കൊല്ലപ്പെട്ട 5 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതി അഫാൻ പേരുമലയിൽ നിന്നും പാങ്ങോട്ടേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇപ്പോൾ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ അജീഷ് ജയകുമാർ ഉണ്ട്. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, ഈ അന്വേഷണം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന ഈ രണ്ട് വീട്ടിലാണ്. ഇവിടെയാണ് ഈ അഫാന്റെ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, ഈ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് ഈ വീട്ടിലാണ്. ഈ വീട്ടിലാണ് ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ DYSP വെഞ്ഞാറമൂട് പോലീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം അവർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പ്രതിയായ അഫാൻ ഇപ്പോൾ തുടരുന്നത്. വൈകാതെ തന്നെ ഈ കൊലപാതകത്തിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ആറ്റിങ്ങൽ DYSP പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട്, അതായത് 12:30-ക്ക് ഈ പ്രതി പാങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഒരു CCTV ദൃശ്യങ്ങൾ, ബൈക്കിൽ പോകുന്നതിന്റെ ഒരു ബാഗുമായി ബൈക്കിൽ പോകുന്നതിന്റെ ഒരു CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഏതാണ്ട് 12:30-യോടെ ആ ബൈക്കിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതിനുശേഷം ആദ്യം പോയത് പാങ്ങോട്ടേക്കുള്ള ഈ കിലോമീറ്റർ ദൂരെയുള്ള ബീവിയുടെ വീട്ടിലേക്കാണ്. ഇവിടെയാണ് ഈ അഫാന്റെ മുത്തശ്ശി, അതായത് ബാപ്പയുടെ ഉമ്മയാണ് അവർ താമസിക്കുന്നത്. അവിടെ ഒരു ഒറ്റമുറി വീട്ടിലായിരുന്നു. അവിടെ ഈ മാലയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. അതായത് മാല ആവശ്യപ്പെട്ടിരുന്നു പണയം വയ്ക്കാനെന്നാണ് പറയുന്നത്. അങ്ങനെ ആ മാല ആവശ്യപ്പെടാൻ അങ്ങോട്ടേക്ക് പോയതെന്നാണ് പ്രാഥമിക എത്തിയതിനു ശേഷം ആദ്യം കൊലപ്പെടുത്തിയതും ഈ 88 വയസ്സുള്ള ഈ സെലീന ബീവി ആയിരുന്നു. ആ കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉള്ള ഈ സ്ഥലത്തേക്ക്, അവിടെ നിന്ന് ഈ പാങ്ങോട് കല്ലറയിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ചുള്ളാളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടേക്കാണ് രണ്ടാമത് ആ പ്രതി എത്തിയത്. ഇവിടെ എത്തിയതിന് ശേഷമാണ് ലത്തീഫിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തിയത്. ഈ ലത്തീഫിൻ്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യ ഷാഹിദയുടെ മൃതദേഹം അടുക്കളയ്ക്കും മുന്നിലായിട്ടുള്ള കതകിൽ അവിടെ നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. ഈ കൊലപാതകം ഏതാണ്ട് 3 മണിക്കും 3:30ക്കും ഇടയിൽ നടന്നുവെന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് വീണ്ടും പെരുമലയിലെ ഈ വീട്ടിലേക്ക് ഈ പ്രതി പോയത്. അതിന് ശേഷം ഈ ഇളയ സഹോദരനെയും ഒപ്പം അതേപോലെ തന്നെ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ്. അതിൻ്റെ സമയം ഏതാണ്ട് വൈകിട്ട് 5 മണിക്ക് ശേഷം അതിനുശേഷം 6:15-ഓടെയാണ് ഈ കൊലപാതകം നടത്തിയതിന് എല്ലാത്തിനും ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായി പ്രതി പോകുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കി ഇവിടുന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും.